അല്പം വൈകി. എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനൊരു മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം സംഘാടകർ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ, ഈ പാനലിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഒരാളെന്ന രീതിയിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനന്തമായി ജീവിക്കുക, അനന്തമായി ആനന്ദത്തോടെ ജീവിക്കുക എന്നതാണ്. ഇതിന്നല്ല, മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം പ്രവർത്തിച്ചു തുടങ്ങി അവനൊരു സാമൂഹ്യ ജീവിയായി കാലം തൊട്ട് അവൻ്റെ സ്വപ്നങ്ങളിലൊന്ന്, ആവശ്യങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളിലൊന്ന് ദീർഘകാലം ജീവിക്കുക, അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒന്നല്ല ജീവിതം എന്ന തോന്നലോടുകൂടിയാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. കാലക്രമേണ അതൊരു യാഥാർത്ഥ്യമല്ല എന്നും നമ്മളൊക്കെ അവസാനിച്ചു പോകുമെന്നും മരണമെന്നത് സുനിശ്ചിതമാണെന്നും നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ആദിമകാലം തൊട്ട് തന്നെ നമുക്കറിയാം, ഭാരതീയമായൊരു സങ്കല്പമുണ്ട്, ചിരഞ്ജീവികൾ. 7ഓളം പുരാണ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ആ ഭാരതീയ സങ്കല്പത്തിലെ 7 പേരോളം ചിരഞ്ജീവികളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അശ്വത്ഥാമാവും ഹനുമാനും വ്യാസനുമൊക്കെ അത്തരത്തിലുള്ള ചിരഞ്ജീവികളുടെ ലിസ്റ്റിലാണ് പെടുന്നത്. അപ്പോൾ അതൊരു സാധ്യതയാണ്, അല്ലെങ്കിൽ അതൊരു ആഗ്രഹമായി പുരാണം എഴുതിയവരുടെയോ അല്ലെങ്കിൽ പിന്നീട് വന്നവരുടെയോ തലമുറയിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അമരത്വം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിലവിൽ വന്നത്. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാലും നമ്മുടെ മലയാളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ഭൂപടത്തിൽ എടുത്തു നോക്കിയാലും 1700 കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പഴയ തലമുറയിലവർക്കെങ്കിലും പഠിച്ചു കാണും, കാലനില്ലാത്ത കാലം എന്ന് പറയുന്നൊരു കവിതയുണ്ട്. എനിക്ക് കവിത ചൊല്ലാൻ അറിയാത്തത് കൊണ്ടാണ്. അക്ഷരാർത്ഥത്തിൽ അത് ഈ വിഷയത്തോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കവിതയില്ല. 500 വയസ്സുള്ള ഒരു മുത്തച്ഛൻ അവനും കുട്ടിയാണ് എന്ന് പറയുന്ന രീതിയിലാണ് കുഞ്ചൻ നമ്പ്യാരിനെ കാണുന്നത്. മാത്രവുമല്ല, അതുമൂലം ഒരു സമൂഹത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും, ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ നെക്രോപൊളിറ്റിക്സ് എന്ന് പറയുന്ന ദീർഘായുസ്സും, ഇല്ലെങ്കിൽ മനുഷ്യൻ ഈ സമൂഹത്തിൽ ഏതുതരം മനുഷ്യനാണ് ദീർഘായുസ്സോടെ ജീവിക്കേണ്ടത്, ആരാണ് മരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനെക്കുറിച്ചാണ് ഈ നെക്രോപൊളിറ്റിക്സ് പറയുന്നത്. അതുപോലും കുഞ്ചൻ നമ്പ്യാരുടെ ഈ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദരിദ്രൻ എങ്ങനെയാണ് കാലനില്ലാത്ത കാലത്തെ ഫേസ് ചെയ്യുക, സമൂഹം എങ്ങനെയാണ് കാലനില്ലാത്ത കാലത്തെ ഫേസ് ചെയ്യുക, അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തായിരിക്കും, അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരായിരിക്കും, അത് മതക്കാരായിരിക്കുമെന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീതിബോധമില്ലായ്മ, കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വാസന, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാലനില്ലാത്ത കാലത്തായിരിക്കും. കാരണം മരണമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തരം സദാചാരത്തെക്കുറിച്ചാണ് പറയുക. സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ കാലനില്ലാത്ത കാലത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിലുള്ള ഒരു അന്വേഷണം മനുഷ്യവംശത്തോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട യയാതി എന്ന് പറയുന്ന ഖണ്ഡേക്കറിൻ്റെ പ്രസിദ്ധമായ നോവലുണ്ട്. യയാതി പുരാണ കഥാപാത്രമാണ്. യയാതിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് പെട്ടെന്ന് വാർദ്ധക്യമുണ്ടാകാൻ വേണ്ടി ശാപം കിട്ടുകയും അതിൽ നിന്ന് മോചിതനായി അദ്ദേഹം ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കുകയും ഈ ദീർഘായുസുള്ള കാലത്ത് തനിക്ക് യൗവനം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആ യൗവനം തൻ്റെ മക്കളോട് കടം വാങ്ങി, അല്ലെങ്കിൽ പകരം വാങ്ങി ജീവിച്ചു എന്നാണ് ആ കഥ. 4 മക്കളിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവർക്കും അച്ഛന് യൗവനം വിട്ടുകൊടുത്തു എന്നും, അങ്ങനെ അദ്ദേഹം യൗവനത്തിൻ്റെ ആനന്ദവുമായി ആഗ്രഹങ്ങളുമായി ജീവിച്ചു എന്നാണ് യയാതിയുടെ കഥ പറയുന്നത്. അടിസ്ഥാനപരമായ ഒരു ഭാരതീയ സങ്കല്പത്തിൽ ഒന്നാണ് ദീർഘായുസായിരിക്കുക, അതും ആനന്ദത്തോടെ ദീർഘായുസായിരിക്കുക എന്ന് പറയുന്നത്. അമരത്വം നേടിയ കഥാപാത്രങ്ങൾ എല്ലാ പുരാണങ്ങളിലുമുണ്ട്. പക്ഷേ ആധുനികമായ കാലത്ത് വന്നാലും നമുക്കറിയാം, ഏറ്റവും പ്രസിദ്ധമായ പോർച്ചുഗീസ് നോവലിസ്റ്റ് ജോസെ സരമാഗോയുടെ ഡെത്ത് അറ്റ് ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ഒരു പുതിയ 2005 അത് പ്രസിദ്ധീകരിച്ചത്. അതൊരു പ്രത്യേക പേരില്ലാത്ത ഒരു രാജ്യത്തെ മനുഷ്യരെല്ലാം മരിക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു പ്രത്യേകത, ഒരു ജനുവരി 1 തൊട്ട് അവിടെ മരണമില്ലാതാവുകയാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നാണ് സരമാഗോ അന്വേഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ നോവലിസ്റ്റുകളിൽ ഒരാളാണ് സരമാഗോ. അദ്ദേഹം പറയുന്നതാണ്,
മരണമില്ലാത്തൊരു കാലം വരുമോ എന്നുള്ളത്. അപ്പോൾ സാഹിത്യത്തിൻ്റെതായ സാംസ്കാരികമായ മൂല്യത്തിൻ്റെതായ ഒരു പ്രതിസന്ധി ഈ ദീർഘായുസ്സുമായിട്ടുണ്ട്. സംസ്കാരത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ആയുസിൻ്റെ കണക്കുകൾ നോക്കിയാലും ഇന്നിപ്പോൾ നമ്മളൊക്കെ അടുത്ത ദിവസങ്ങൾ വന്ന കണക്കനുസരിച്ച് ഒരുപക്ഷെ ഞാനും ഉണ്ണിയൊക്കെ യൗവനത്തിലാണ്. 35 വയസ്സ് തൊട്ട് 66 വയസ്സ് വരെ യൗവന കാലത്തിലാണെന്നാണ് പുതിയ സയൻസ് കണ്ടുപിടിച്ചത്. ഇത് ബ്രെയിനിൻ്റെ, എനിക്കൊന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ണി പറയും. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഏതാണ് കൗമാരം, ഏതാണ് യൗവനം, എവിടെയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഈ പഴയ കാലത്ത് നമ്മളെല്ലാം വിചാരിക്കുന്ന നമ്മുടെ മുതുമുത്തശ്ശന്മാരെന്ന് പറയുന്നത് 1947 ഇന്ത്യയിലെ ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 49-50 വയസ്സാണ്. നമുക്കിന്ന് അതുകൊണ്ടാണ് അക്കാലത്ത് 60 വയസ്സാകുമ്പോൾ ഷഷ്ടി പൂർത്തിയായി എന്ന് പറയുന്നത്. അത് അത്ഭുതമാണ്. 60 വയസ്സെത്തുക എന്ന് പറയുന്നത് ഒരു 50 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 70 കൊല്ലം മുന്നേ ഇന്ത്യയിലെ മനുഷ്യന്, ഒരുപക്ഷെ ലോകത്തെ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് പൂരിതമാണ് ഈ വിഷയം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പുതിയ ശാസ്ത്രം അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയും പുതിയ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളുടെ ആധുനിക മെഡിസിൻ്റെ സഹായത്തോടു കൂടി കുറേ കൂടി മെച്ചപ്പെട്ട ദീർഘകാലം ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതം ജീവിക്കാനുമുള്ള സാധ്യതകൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു പ്രത്യേകമായൊരു പുസ്തകം എഴുതിയ ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ, പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൻ്റെ സമഗ്രതയെക്കുറിച്ച് എങ്ങനെയാണ് പുസ്തകം എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു ഉത്തരമേ ഉള്ളൂ, ഉണ്ണിയുടെ പുസ്തകമാണത്. പ്രായം എന്ന വിഷയം ഇന്ന് ലോകത്ത് നമ്മളുടെ മുന്നിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ടതാണെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രായവും സംസ്കാരവും പ്രായവും സമൂഹവും പ്രായവും രാഷ്ട്രീയവും പ്രായവും ശാസ്ത്രവും അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ചേർന്നുകൊണ്ട് അതിനെ പഠിക്കേണ്ടതുണ്ട് എന്ന്. പ്രായമെന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രഹേളിക മാത്രമല്ല എന്ന തിരിച്ചറിവ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേക്രോപൊളിറ്റിക്സ് എന്ന്. അതിലേക്കൊക്കെ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആമുഖമായി എനിക്കിതേ പറയാനുള്ളൂ. എൻ്റെ കൂടെയുള്ള സഹപാനലിസ്റ്റ് ജെറിയാട്രിക്സിലെ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രായമായ മനുഷ്യരെ എങ്ങനെയാണ് മെഡിസിൻ പരിചരിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത്. ദീർഘായുസ്സിനോടൊപ്പം തന്നെ ശാസ്ത്രം അന്വേഷിക്കുന്ന മറ്റൊന്നാണ് ആ ദീർഘായുസ്സുള്ള മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുക, അവർക്ക് ആരോഗ്യകരമായൊരു ജീവിതം, സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഞാൻ ഇനി തുടർച്ചയായിട്ട് ഉണ്ണി സംസാരിച്ചതിന് ശേഷം നമുക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. സുധീർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം. ആപ്പിളിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, മനുഷ്യരാരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ സ്റ്റീവ് ജോബ്സ് ആദ്യമായിട്ട് പറയുന്നൊരു കാര്യമല്ല, നമ്മളാരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത്രത്തോളം അത് ശരിയുമാണ്. പക്ഷെ അടുത്തൊരു കാര്യം കൂടി സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, സ്വർഗം കിട്ടും എന്നുറപ്പുള്ളവർ പോലും അവിടെ എത്താൻ വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ജീവിതത്തെ ആഴത്തിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച പ്രസ്താവനയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ദൈവം ഇതാ എന്നോടൊപ്പം പോരൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം നാളെ രാവിലെ ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ തയ്യാറല്ല. ഇപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ മക്കളുണ്ടാവില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ ഒരു സ്വർഗം കിട്ടിയിട്ട് എന്തിനാ? അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ വലിയ ആഗ്രഹമാണ്. ഈ സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആയുർദൈർഘ്യവും ആഗ്രഹങ്ങളും എന്നാണ്. അത് ഹൈലി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ലോകത്ത് പരമാവധി കാലം ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ആയുർദൈർഘ്യം എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെങ്ങനെ ദീർഘിപ്പിക്കാം എന്നതിൻ്റെ വലിയ ഗവേഷണങ്ങളിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 50 വർഷമായി ശാസ്ത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഗവേഷണം എന്ന് പറയുന്നത് ഏജിങ്ങിനെ സംബന്ധിച്ചാണ്, പ്രായമാകുന്നതിനെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ട് മനുഷ്യർ പ്രായമാകുന്നു, എന്തുകൊണ്ട് മരങ്ങൾ പ്രായമാകുന്നു, എന്തുകൊണ്ട് ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും പ്രായമാകുന്നു, അതിനെ സംബന്ധിച്ച അന്വേഷണം വളരെ ഗൗരവത്തോടുകൂടി ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ പ്രായമാകുന്നതിൻ്റെ കാരണം കണ്ടെത്തിയാൽ നമുക്കതിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്, നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രായമാകുന്നത് എന്തുകൊണ്ട് എന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രായമാകാതെ ഇരിക്കാം
എന്നതിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സുധീർ പറഞ്ഞതുപോലെ നമ്മളാണ് ഈ ഭൂമിയിലുണ്ടായ, ഇപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളാണ് ഈ ഭൂമിയിലുണ്ടായ ഏറ്റവും അനുഗ്രഹീതരായ മനുഷ്യർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1900 എന്ന് പറയുന്നത് 125 വർഷം മുമ്പാണ്. 125 വർഷം മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിത കാലയളവ് എന്ന് പറയുന്നത് കേവലം 30 വയസ്സാണ്. അന്നും 50 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകളുണ്ടാവും, 60 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. നമ്മുടെ ഒരു ശരാശരി ഏജാണ് എടുക്കുന്നത്. 30 വയസ്സിനപ്പുറത്തേക്കൊക്കെ ജീവിക്കാൻ കഴിയില്ല മനുഷ്യർക്ക്. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് വലിയ ദുരന്തങ്ങൾ സംഭവിച്ച് ഒക്കെ ആളുകൾ മരിച്ചു പോകും. അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു 80 വയസ്സൊക്കെയാണ് ശരാശരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു 40 വയസ്സിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. നിങ്ങളെന്താ പറയുക? അയ്യോ അത് കഷ്ടമായിപ്പോയി എന്നാണ് പറയുക. 40 വയസ്സിൽ ഒരാൾ മരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. 80 വയസ്സുള്ള ഒരാൾ മരിച്ചു പോയാൽ നമ്മളങ്ങനെ പറയില്ല, അത് കഷ്ടമായി പോയി എന്ന് പറയില്ല. അത് നമ്മൾ സ്വാഭാവികമായും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ മരണത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് എല്ലാ നിമിഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഓരോ നിമിഷവും മനുഷ്യർ ബോധപൂർവമോ അബോധപൂർവമോ മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു റോഡ് ക്രോസ് ചെയ്യുന്നു. നിങ്ങൾ ഒരിക്കലും അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്യില്ല, നിങ്ങൾ അലക്ഷ്യമായി റോഡ് ക്രോസ് ചെയ്യില്ല. അങ്ങനെ റോഡ് ക്രോസ് ചെയ്താൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മരണത്തെ തോൽപ്പിച്ച് കളയാനാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ മരണത്തെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പരിപാടി ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഈ പരിപാടി ഒരു റെയിൽവേ ട്രാക്കിൽ സംഘടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാര്യം വെച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും തീവണ്ടി വരാം, നമ്മളൊക്കെ മരിച്ചു പോവാം. ഈ കരുതൽ വളരെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആണി എന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു ആണി കണ്ടുപിടിക്കുന്നതിലൂടെ നമ്മൾ മരണത്തെ തോൽപ്പിക്കുന്നുണ്ടോ? ആണിയുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു ചക്രത്തെ ഉറപ്പിക്കാൻ പറ്റൂ. ഒരു ചക്രമുണ്ടെങ്കിലേ നിങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ. നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തെ കുറയ്ക്കുന്നു. അധ്വാനത്തെ കുറയ്ക്കുന്നത് വഴി നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ആയുസ് നേടുന്നു. ഒരു ആണി കൊണ്ട് നിങ്ങൾ മതിലിൽ തറയ്ക്കുന്നു. എന്തിനാണത് തറയ്ക്കുന്നത്? വെറുതെ ഒരാൾ മതിലിൽ ഒരു ആണി തറയ്ക്കില്ലല്ലോ. അവിടെ ഒരു ചിത്രം തൂക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രമേ നിങ്ങൾ ആ മതിലിൽ തൂക്കൂ. അങ്ങനെ തൂക്കുന്നത് വഴി ആ ചിത്രം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. ആ സന്തോഷം നിങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും. ഇങ്ങനെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതു പ്രവൃത്തിയും മരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആയുർദൈർഘ്യമാണ്, ദീർഘകാലം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിഷയമേ അല്ല. അത് മറ്റൊരാൾക്ക് സംഭവിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേയില്ല. പക്ഷേ മറ്റൊരാൾ മരിക്കും, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് മറ്റൊരാളുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ നിമിഷവും ബോധപൂർവമോ അബോധപൂർവമായി നമ്മൾ ഈ മരണത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സുധീർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ദീർഘായുസാണ്. ലോകത്തിൻ്റെ ആകെ ജനസംഖ്യ എടുത്തു നോക്കൂ, ഒരു 800 കോടിയൊക്കെ ഉണ്ടാവും. 700 കോടി ഉറപ്പായിട്ടുമുണ്ട്. 800 കോടിയിലൊക്കെ നമ്മൾ ഉടനെ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ 800 കോടിയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് 65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണ്, ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഭരണകൂടങ്ങളെയൊക്കെ നമ്മൾ അധികാരത്തിലേറ്റുന്നത്. 80% എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ തന്നെയാണ്. രാജഭരണമുള്ള സ്ഥലങ്ങളുണ്ട്, ഏകാധിപത്യമുള്ള സ്ഥലങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് ഇന്നിപ്പം ലോകം പറയുന്നത് ഗ്രേ പവറിലേക്ക് ലോകം മാറിയിരിക്കുന്നു എന്നതാണ്. മുടി നരച്ചവരാണ് ഇന്ന് ലോകത്തിൻ്റെ അധികാരക്രമത്തെ തീരുമാനിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെക്കാൾ 60-65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇന്ന് ലോക ജനസംഖ്യയിൽ കൂടുതലും. ഇപ്പോൾ കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ നടത്തിയ തെരഞ്ഞെടുപ്പിൽ 30% ആളുകൾ 60 വയസ്സിനോ 65 വയസ്സിനോ മുകളിലുള്ള ആളുകളായിരുന്നു എന്നാണ്. അപ്പോൾ അവരൊറ്റ കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രസിഡന്റിനെ തീരുമാനിക്കാൻ കഴിയും. അത്ര പവർഫുൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകത്ത് മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് നിരവധിയായ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ്. അതിലേറ്റവും സുപ്രധാനമായ ഒരു മേഖല എന്ന് പറയുന്നത് നിശ്ചയമായും വൈദ്യശാസ്ത്രമാണ്. നമ്മൾ ഈ പലതരത്തിലുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് പറയും അല്ലേ. ഇപ്പം വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായിട്ടുണ്ട്, വ്യവസായ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്, കാർഷിക വിപ്ലവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയും.
അതുപോലെ തന്നെ മഹത്തായൊരു വിപ്ലവം ഉണ്ടായ മേഖലയാണ് വൈദ്യശാസ്ത്രം. 1950-കൾ മുതൽ വൈദ്യശാസ്ത്രത്തിൽ വലിയ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇത്രയും അതിജീവിക്കില്ല. വളരെ ലളിതമല്ലേ? ആ ഉപകരണം എത്ര ലളിതമാണ്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു ഉപകരണമാണ്. പക്ഷേ ആ മൈക്രോസ്കോപ്പിലൂടെയാണ് നമ്മൾ ഈ അണുക്കളെ കണ്ടെത്തിയത്. ഈ അണുക്കളാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം മനുഷ്യർ മരിച്ചുപോയത് എങ്ങനെയാണ്? ഭയങ്കരമായിട്ടുള്ള കൂട്ടമരണങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഡെത്തിൻ്റെയൊക്കെ കാലം, കറുത്ത മരണത്തിൻ്റെ കാലം, പകർച്ചവ്യാധിയുടെ കാലം, പ്ലേഗിൻ്റെ കാലം, അത്തരത്തിലുള്ള കാലങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോയിട്ടുണ്ട്. എന്താണ് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള കാരണം? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മാലിന്യമാണ്. അപ്പം നമ്മുടെ പരിസരം ശുചിയായി ഉപയോഗിച്ചാൽ മാത്രമേ, നിലനിർത്തിയാൽ മാത്രമേ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയൂ എന്ന് കണ്ടെത്തുന്നതോടുകൂടിയാണ് നമ്മുടെ ഒരു സീവേജ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് വളരെ ലളിതമായിട്ട് ഈ സീവേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ മനുഷ്യരാശിയെ അതിജീവിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്, ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിലൂടെയാണ്. അപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ പരിവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചത്. നമ്മൾ വളരെ വിജയകരമായി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ആ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള വികാസമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏജിങ് എന്ന് പറയുന്നത്, പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചൊരു വലിയ കൺസേണാണ്. അത് എക്കാലത്തും ഉണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണങ്ങൾ വലിയ രീതിയിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ടെത്തലുകൾ ഒരു പക്ഷേ അടുത്ത ഒരു 50 വർഷത്തിനുള്ളിലൊക്കെ മനുഷ്യരുടെ ആയുസ്സിനെ ഒരു 150 വരെയൊക്കെ എത്തിക്കും എന്നാണ് ശാസ്ത്രം പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. ലോകത്ത് ഇതുവരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീർഘായുസ്സായിട്ടിരുന്ന ആൾ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വനിതയാണ്. അവരുടെ പേര് ഴാങ് ലൂയിസ് കാൾമെൻറ്റ് എന്നാണ്. ഴാങ് ലൂയിസ് കാൾമെൻറ്റ് 122 വർഷവും 164 ദിവസവും അവർ ജീവിച്ചിരുന്നു. 122 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനത് സാധ്യമാണ് എന്നാണല്ലോ ശാസ്ത്രം കണ്ടെത്തുന്നത്. ഒരു ജീവി വർഗത്തിൽ ഒരു ജീവി എത്ര കൂടുതൽ ജീവിച്ചു, അതാണ് ആ ജീവിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആയുസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഒരു വനിതയാണ്. അവർ 122 വർഷവും 164 ദിവസവും ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അച്ചീവബിൾ ആയിട്ടുള്ളൊരു ടാർഗറ്റാണ്, ഒരു സംശയവും വേണ്ട. ആ വനിത 1997 മരിച്ചത്. നമ്മുടെയൊക്കെ കാലത്താണ് 97 മരിക്കുന്നത്. അവർ വാൻഗോഗിനെ കണ്ടിട്ടുണ്ട്, അവർ ഈഫൽ ടവർ നിർമ്മിച്ചത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ട്. വലിയൊരു റിസർച്ച് ഒരു വർഷം ഫ്രഞ്ച് ഗവൺമെൻറ് നടത്തിയിട്ടാണ് അവരുടെ ഈ ആയുസിൻ്റെ കംപ്ലീറ്റ് രേഖകളും കണ്ടെത്തിക്കൊണ്ടാണ് നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ച ആൾ എന്ന നിലയ്ക്ക് അവരെ നമ്മളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അത് അച്ചീവബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. അടുത്തൊരു ഘട്ടത്തിൽ നിശ്ചയമായും അത് ഡോക്ടർക്ക് നന്നായിട്ട് ആ മേഖല അറിയുന്നതുകൊണ്ടത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഏതായാലും ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് ഇത്രയും പറയുന്നു. ഏജിങ്ങിൻ്റെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളും അത് ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതങ്ങളെയും കുറിച്ച് അടുത്തൊരു ഘട്ടത്തിൽ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദീർഘായുസ് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികൾ, രാഷ്ട്രീയ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള മനുഷ്യരുടെ ഒരു സമൂഹമായി ഉണ്ടാവുമ്പോൾ അവരെ പരിചരിക്കുന്നതിൻ്റെ പ്രതിസന്ധികൾ, അവരുടെ സാമ്പത്തികമായ ക്രമങ്ങളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിന്, ഗവൺമെൻറ്റിനുണ്ടാകുന്ന പ്രതിസന്ധികൾ, പല പ്രതിസന്ധികൾ. അതിലുപരിയായിട്ട് പ്രായമുള്ള മനുഷ്യരെ എങ്ങനെ പരിചരിക്കണം, അവരെ ആര് പരിചരിക്കും, എല്ലാവരും മുത്തച്ഛന്മാരായിരിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത്. ആരോഗ്യമുള്ള ആയുസ് എന്ന് പറയുന്നത് ഈ 122 വയസ്സ് വരെയുള്ള സ്ത്രീ എത്രത്തോളം അവസാന കാലം വരെ ഹെൽത്തി ആയിട്ടാണോ ജീവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ എനിക്ക് ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 90-97 വയസ്സുള്ള ഇവിടെയുള്ള എം ലീലാവതി ടീച്ചറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആരോഗ്യമുള്ള, നമ്മളെപ്പോലെ ചിന്തിക്കുകയും നമ്മളെപ്പോലെ എഴുതുകയും സാമൂഹിക കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വനിതയായിട്ട് 98-ാമത്തെ വയസ്സിലുമുണ്ട്. അങ്ങനെ പല മനുഷ്യരും ഇപ്പോൾ സാനുമാഷോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊരു നമ്മുടെ DNA-യുമായി ബന്ധപ്പെട്ട ഒരു ക്രമം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ DNA ആ രീതിയിൽ നിലനിർത്തുന്നതിന് സാമൂഹികമായ പ്രക്രിയകൾ ഒരുപാട് തരത്തിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രായമുള്ള മനുഷ്യരുടെ പ്രതിസന്ധികൾ, അവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. നമസ്കാരം. എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കാണുന്നത് കൂടുതലും പ്രായമായവരെയാണ്. 60 വയസ്സിന് മുകളിലോട്ടുള്ള പേഷ്യൻസാണ് എൻ്റെ പേഷ്യൻസ് എല്ലാവരും തന്നെ. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കാർക്കും ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ ഒരു മടി,
അല്ലെങ്കിൽ മരണം വരുമോ എന്നുള്ളൊരു പേടിയിലുപരി അവർക്കുള്ള പേടി കിടപ്പായി പോകുമോ, ഒരു ക്വാളിറ്റി ഗുണനിലവാരമില്ലാത്ത ജീവിതമായി പോകുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഭയം. മരണം പെട്ടെന്ന് വന്നാൽ ഏത് പ്രായത്തിൽ വന്നാലും അവർക്ക് ഹാപ്പിയാണ്. പക്ഷേ മരണത്തിന് വേണ്ടി കാത്തു കിടക്കേണ്ട ഒരു സമയം വരുമോ എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതായിട്ട് തോന്നുന്നത്. അപ്പം ഈ പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഇപ്പം ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പം നമുക്ക് അറൗണ്ട് 80-90 ഇയേഴ്സ് ഉണ്ട് ഇപ്പം നമുക്ക് കേരളത്തിൽ. അപ്പം പലരും ഇപ്പം ഞങ്ങളുടെ അഡ്മിഷനിലൊരു 50% ആൾക്കാർ അബവ് 70 ഇയേഴ്സാണ് അഡ്മിറ്റ് ആവുന്നവർ പോലും. പക്ഷെ പണ്ടൊക്കെ ഇപ്പം ഞാൻ പഠിച്ച സമയത്തൊക്കെ അതൊരു 60+ ആയിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ കൂടി വരികയാണ്. പക്ഷേ ഇതിലൊക്കെ ക്വാളിറ്റി ലൈഫ്, അതായത് ആരോഗ്യമുള്ള വാർദ്ധക്യം എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രായമായവർ ഇത്രയും പേരുണ്ടെങ്കിലും അവരൊരു പ്രയോറിറ്റി അല്ല, അവരുടെ ആരോഗ്യം അവർക്കൊരു പ്രയോറിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ആദ്യം ചെറുപ്പത്തിൽ അവർ മക്കളെ നോക്കും, മക്കൾ വലുതായി കഴിയുമ്പം മക്കളുടെ മക്കളെ നോക്കും. അല്ലാതെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ ആദ്യം അതിനൊക്കെ എവിടെയാണ് സമയം, മക്കൾക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ മക്കളുടെ ഈ പ്രശ്നം. പക്ഷേ മക്കൾക്ക് ആ ഒരു സപ്പോർട്ട്, ആ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നിങ്ങൾ മാറ്റി വെച്ചാൽ അവരുടെ കാര്യങ്ങളൊന്നും നിൽക്കാതെ പോകത്തില്ല എന്നുള്ള രീതി ചിന്തിക്കാനായിട്ട് പോലും നമ്മുടെ പ്രായമായ ആൾക്കാർ തുടങ്ങിയിട്ടില്ല. കാരണം അവർക്ക് എപ്പോഴും അവരല്ല പ്രയോറിറ്റി. പക്ഷേ നമ്മുടെ ആയുർദൈർഘ്യം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ആ ഒരു പ്രയോറിറ്റിയും കൂടി വരേണ്ടി വരും. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ടും സാമൂഹിക ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ടും ഇപ്പം പല പല കാര്യങ്ങൾ, ഈ കുറേ അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുമ്പോഴും പ്രശ്നം എന്താ ഉണ്ടാകുന്നത്, ചില നല്ല കാര്യങ്ങളും നമ്മൾ പയ്യെ ഇല്ലാതാകും. ഇപ്പം പഴയ കാലഘട്ടത്തിൽ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരുണ്ടായിരുന്നപ്പം കൂട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി നിൽക്കാനായിട്ടാണെങ്കിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് തന്നെ പോകാനായിട്ടും എടുക്കാനായിട്ടും ആ ഒരു സോഷ്യൽ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പക്ഷേ അതിന് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ട് പ്രശ്നങ്ങൾ, കുറേ വഴക്കുണ്ടാകും, അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തൊരുമിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട്, സ്വത്തിൻ്റെ തർക്കങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഒക്കെ വന്ന് അതൊക്കെ മാറി നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രായമായവർ ഹെൽത്തി അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ നോക്കാനായിട്ട് ഭയങ്കര ഒരു ഇക്കണോമിക് ക്രൈസിസ് ആണ്. കാരണം ജോലിക്ക് ഒരാളെ വെക്കണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജോലി കിട്ടുന്ന ആ ശമ്പളം പകുതി മൊത്തം അവിടെ കൊടുക്കേണ്ട ഒരവസ്ഥയിലോട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡിപ്പെൻഡൻസി കൂടുന്നതിനനുസരിച്ച് നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. അതുപോലെ ഇപ്പം നമ്മൾ പല മക്കളെയും പഠിപ്പിച്ച് നല്ല ജോലി കിട്ടി വിദേശത്തോട്ട് പറഞ്ഞു വിട്ടും. കാരണം അവർക്ക് നല്ല ശമ്പളത്തിൽ ജോലി കിട്ടണം, നല്ല രീതിയിൽ അവർ വളരണം എന്നാലോചിച്ചു. പക്ഷേ നമ്മുടെ വാർദ്ധക്യം എത്തുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടില്ലാതെ പോവുകയാണ് അവിടെ. അപ്പം നമുക്ക് എപ്പോൾ വേണമെന്ന് ഒരു വിളിയിൽ അവർക്ക് എത്താൻ പറ്റത്തില്ല, മിക്കവർക്കും എത്താൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു അസുഖം വരുമ്പോഴാണ് ഇപ്പം ഉണ്ണി സാറ് പറഞ്ഞു, സാറ് നാളെ മരിക്കും എന്ന് സാർ ആലോചിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നാളെ പ്രായമാകും, അല്ലെങ്കിൽ നമുക്ക് നാളെ മക്കളുടെ ആവശ്യം അല്ലെങ്കിൽ മക്കളുടെ സാന്നിധ്യം അടുത്ത് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മളോ എൻ്റെ നോട്ടത്തിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസോ ആരും ആലോചിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് നാട്ടിൽ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. കാരണം അല്ലാതെ അവരെല്ലാവരും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉണ്ടാകുന്ന ഒരു ഈ വയോജനങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതായി പോകും നമ്മുടെ നാട്ടിൽ. അപ്പം വയോജനങ്ങൾക്കൊരു നല്ലൊരു വാർദ്ധക്യം, ക്വാളിറ്റിയുള്ള വാർദ്ധക്യം വരണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അസുഖമില്ലാതിരുന്നാൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാനസികാരോഗ്യം വേണം,
സാമൂഹിക ആരോഗ്യം വേണം. അപ്പം നമുക്ക് നല്ലൊരു സൊസൈറ്റി ഉണ്ടാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് നല്ല കോഗ്നിഷൻ, അതായത് നമുക്ക് മെമ്മറി ഉണ്ടായിരിക്കണം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തും എല്ലാം ഇതിനകത്തൊരു റോൾ പ്ലേ ചെയ്യും. അപ്പം നമുക്ക് മൊത്തത്തിൽ ഹാപ്പി ആണെങ്കിലേ ഉള്ളൂ നമ്മുടെ വാർദ്ധക്യം നല്ലതാണെന്ന് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു 60 വയസ്സിൽ റിട്ടയർ ആകുന്നു, നമുക്ക് 120 വയസ്സ് വരെ ജീവിക്കണം. പക്ഷേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു റോളില്ല. റിട്ടയറായി നമ്മളിപ്പോൾ TV കാണുന്നു, നമ്മൾ വേണ്ടതെല്ലാം ചെയ്യുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ടെന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി വരും. അപ്പം ഈ ഹെൽത്തി ആയിട്ട് പ്രായമാകുന്നവർക്ക് സൊസൈറ്റിയിൽ റോളും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനത്തെ ലെവലിലോട്ട് നമ്മുടെ സമൂഹം വളർന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ആയുസ് കൂടുന്നത് കൊണ്ട് ഒരു ഗുണം മനുഷ്യനുണ്ടാവത്തുള്ളൂ. അല്ലാതെ വരുന്ന ഒരിതിൽ നമ്മൾ ജീവനുണ്ട്, പക്ഷേ എന്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രായമായവരോട്, ഞാൻ ചിലരോട് പറയും, അമ്മ പല്ലൊക്കെ ഒന്ന് ആടുന്നുണ്ടല്ലോ, നമുക്ക് പല്ല് മാറ്റി. ഇനി എന്തിനാ മോളെ ഈ പ്രായത്തിൽ ഇതൊക്കെ എന്തിനാ? പക്ഷേ ആ പല്ലുണ്ടെങ്കിലേ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് ഇത് ആരെ കാണിക്കാനാ? ആരെ കാണിക്കാനായിട്ടല്ല, നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ആഹാരം കഴിക്കാനായിട്ടും നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരാതിരിക്കാനായിട്ടും നമ്മുടെ ആരോഗ്യം നമുക്ക് വേണ്ടി നോക്കി കാത്തു സൂക്ഷിക്കണം. പക്ഷേ ആ ഒരു ലെവലിലോട്ട് നമ്മളെല്ലാവരും പയ്യെ എത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് പലരും മരണത്തിനെ കുറിച്ച് വറിയില്ല, അതേസമയം വലിയ രീതിയിൽ ഇതിനും തയ്യാറെടുപ്പൊന്നും വേണ്ട, അങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. മനുഷ്യരെല്ലാം അങ്ങനെ ആവണം എന്ന് എനിക്കില്ല. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ എല്ലാവരും എല്ലാ തരത്തിലുള്ള പല്ലാണെങ്കിൽ പല്ല് വയ്ക്കുക എന്ന് പറയുന്ന കുറേ സമൂഹത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷേ ഇതിനകത്ത് മരണത്തെ എങ്ങനെ നമ്മൾ തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, ഇപ്പം എനിക്കറിയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഒരു സ്വീഡിഷ് വേ ഓഫ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും മനുഷ്യൻ ഈ നിമിഷത്തിൽ മരിച്ചു പോകാമെന്ന ബോധ്യത്തോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുക എന്ന് പറയുന്നതാണ് ആ ഒരു സ്വീഡിഷ് വേ എന്ന് പറയുന്നത്. അതിനുവേണ്ട നമുക്ക് അനാവശ്യമായ ഒരുപക്ഷെ മരണം സംഭവിച്ചാൽ നമുക്ക് ഒഴിവാക്കേണ്ടത് വരുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. ആ രീതിയിൽ തയ്യാറെടുത്ത് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. അത് മറ്റുള്ള നമ്മുടെ സമൂഹത്തിലെ മറ്റു മനുഷ്യരോടിലെ, നമ്മുടെ കുടുംബത്തിലെ നമ്മുമായി പരിചരിക്കുന്ന മനുഷ്യരോട് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് അവരുടെ ഒരു വേ ഓഫ് ലൈഫ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ മരണത്തിന് വേണ്ടി, മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമായ കാര്യമാണ് എന്നുള്ളത് മാത്രമേ അറിയൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ദാർശനികമായ, ഒരു ഫിലോസഫിക്കലായ ഒരു ചിന്താഗതിയിലൂടെ ഒരു സമൂഹം കടന്നു പോകണമെന്നുള്ള ഒരുപക്ഷെ ഭാരതീയമായ സങ്കല്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ ചെറിയ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കില്ല 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഓരോ കാലഘട്ടത്തിലെ ദീർഘായുസിൻ്റെ ആയുർദൈർഘ്യത്തിൻ്റെ കണക്കനുസരിച്ച് മനുഷ്യർ ജീവിതം മതിയായി, ഇനി എപ്പോഴും മരണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുണ്യസ്ഥലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റു കാര്യങ്ങൾ തയ്യാറാക്കുക. എനിക്ക് അധികം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ടവറിങ് ഫിഗറാണ്. പക്ഷേ അദ്ദേഹം 49ാമത്തെ വയസ്സിൽ മരിച്ചുപോയ മനുഷ്യനാണ്. ഒരുപക്ഷെ സ്വാതി തിരുനാൾ എല്ലാവർക്കും അറിയായിരിക്കും. സ്വാതി തിരുനാൾ മരിച്ചത് 33 വയസ്സിലാണ്. ആ ഒരു വിഷയമുണ്ട്, അതെനിക്ക് ഉണ്ണിയായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുമെന്ന ബോധ്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മളിതൊക്കെ തയ്യാറെടുക്കാത്തത് നമുക്കൊക്കെ ഏകദേശം നമ്മളൊരു 90 വയസ്സൊക്കെ എത്തുമെന്നുള്ള ഒരു സാമാന്യ ബോധം നമ്മളിലേക്ക് വന്നതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരൊക്കെ ആ പ്രായത്തിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കഥ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ വർഷവും ആരോ ഒരാൾ 2 സെറ്റ് മെതിയടി കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ 47 വയസ്സായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് ഒരു മെതിയടി മതി, കാരണം ഈ ആയുസിൽ ഇനി ഒരു മെതിയടിയാനുള്ള ഇട്ട് നടക്കാനുള്ള കാലമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനൊരു സെൽഫ് പ്രിപ്പറേഷൻ, ഇന്നർ ബോധ്യങ്ങളിലൂടെ പ്രായത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ്, മരണത്തെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നൊരു തലമുറയുണ്ട്. അങ്ങനെ ഒരു കൾച്ചറൽ ഒരു ഫേസ് മരണവുമായി മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നെക്രോപോളിറ്റിക്സ്, അടിസ്ഥാനപരമായി ദീർഘായുസിനെ നമ്മൾ തീരുമാനിക്കുമ്പം അത് ശാരീരികമായ ജൈവശാസ്ത്രപരമായ ദീർഘായുസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒരു ജനതയെ നിലനിർത്തുന്നതിൽ ആ ജനത തിരഞ്ഞെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇപ്പം ഗാസയിലെ മനുഷ്യൻ്റെ ആയുസ് ആര് തീരുമാനിക്കുന്നു പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. അതാണ് നെക്രോപോളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയിലെ മനുഷ്യൻ, അവിടെ നമ്മൾ ഈ പറയുന്ന കണക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ലാതാവുകയാണ്.
അതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഇത് എവിടെയും സംഭവിക്കാം. ഇപ്പോൾ ശാസ്ത്രം അതിൻ്റെ വഴിക്ക് വളരെ ഉണ്ണി പറഞ്ഞതുപോലെ ഒരുപക്ഷെ 150 വയസ്സ് എന്ന് പറയുന്നത് 2050 ആകുമ്പോഴേക്ക് സാധ്യതയാവും. ഇടയ്ക്കൊരു കേട്ടു 2015 മറ്റുള്ള ഗൂഗിളിൻ്റെ ഒരു കണക്കുകളുണ്ടായിരുന്നു. അവർ അതിനേക്കാളും മരണമില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് ഗൂഗിളിൻ്റെ ഒരു തരത്തിൽ അവർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു 10-20 വർഷം കൂടി ഇവിടെ ഇരിക്കുന്നവരെല്ലാം കടന്നുപോയാൽ ചിലപ്പോൾ നമ്മളൊക്കെ ഒരു 100 വയസ്സ് കൂടി ജീവിക്കാനുള്ള സാധ്യത സാങ്കേതിക വിദ്യയുടെ മുന്നിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വരുന്നതോടുകൂടി ഉണ്ണിയുടെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ച് മാറ്റിവെക്കാൻ ഇംപ്ലാന്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ലോകത്ത് സാധ്യമായെന്ന് വരും. പ്രൊവൈഡഡ് ഈ പറയുന്ന രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളും സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരണം. അവരെതിനെ എങ്ങനെ ഉപയോഗിക്കും, ഈ സാങ്കേതികവിദ്യ ആരെ എങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തെ ആര് ജീവിക്കണം. ദരിദ്രരായ മനുഷ്യൻ്റെ ആയുസ് ആര് നിശ്ചയിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ദരിദ്രരായ മനുഷ്യൻ എങ്ങനെയാണ് ഈ 60 വയസ്സിൽ പെൻഷനായ ആൾ 90 വയസ്സ് വരെ പെൻഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ആ മനുഷ്യൻ അവർ മാതാപിതാക്കളായാലും അവർ ജീവിക്കണമെന്ന് പറയുന്ന തീരുമാനത്തിൽ അവരുടെ മക്കളുടെ സാമ്പത്തിക സ്ഥിതി പോലും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ലോകത്തെ പല രാഷ്ട്രങ്ങളിലും ഇൻഷുറൻസ് കമ്പനികൾ അതിനെ തീരുമാനിക്കേണ്ടി വരും. അവരെന്തെടുക്കുന്ന നിലപാട്, അവർ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള മനുഷ്യർ ജീവിക്കണം, ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹത്തിൻ്റെ ആയുസ് എത്ര എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ പങ്കുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പലതരത്തിലുള്ള പ്രതിസന്ധികളും മനുഷ്യൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ദീർഘായുസിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ ആനന്ദത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഉണ്ണിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ സ്വാതി തിരുനാളിൻ്റെ കാര്യം 33 വയസ്സിൽ അദ്ദേഹം കടന്നുപോയതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്രയോ 100 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്, സർഗാത്മക സംഭാവനകളെക്കുറിച്ചും ഭരണാധികാരി എന്നുള്ള സംഭാവനകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു 33 വയസ്സുള്ള ആളെക്കുറിച്ച് നമുക്കിതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ 40-50 വയസ്സിൽ കടന്നുപോയ മനുഷ്യരുണ്ടാക്കി, ഇപ്പോൾ 1950 വരുന്ന മനുഷ്യരൊക്കെ കടന്നുപോയത് അത്ര വലിയ ജീവിതങ്ങളാണ്. അവർ 19-ാമത്തെ 20-ാമത്തെ വയസ്സിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ 19 വയസ്സിൽ അങ്ങനെ ആൾക്ക് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ക്രമാനുഗതമായത് ഈ ലൈഫ് സ്പാൻ കൂടുന്നത് ബയോളജിക്കലായിട്ട് DNA മാറ്റം അനുസരിച്ച് ഈ മസ്തിഷ്കത്തിന് ഇങ്ങനെ മാറ്റം ഉണ്ടാവുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള, ഇന്നിപ്പോൾ ഒരു 60 വയസ്സായാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം പണ്ട് 19 വയസ്സായാലിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതൊരു മസ്തിഷ്കത്തിൻ്റെ ക്രമീകരണമാണ്. ഇപ്പോൾ ആയുസ് കൂടുന്നതിനനുസരിച്ചാണോ മസ്തിഷ്കത്തിൻ്റെ വളർച്ച? ശരീരത്തിൽ എന്നും മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് മസ്തിഷ്കം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സംശയവും അതിനെക്കുറിച്ചാണ് ഒന്നുകൂടി പറയാവുന്നത്. അല്ല, ഈ മനുഷ്യനെ മനുഷ്യനാക്കിയത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ വികാസമാണ്. മറ്റൊരു ജീവജാതിക്കും സാധ്യമാകാതെ പോയതും മനുഷ്യന് മാത്രം സാധ്യമായതുമായ ഒരു കാര്യമാണല്ലോ ഈ പറയുന്ന ഭാഷ എന്ന് പറയുന്നത്. ഭാഷ സംസാരിക്കുന്ന ഈ ഭൂമുഖത്തെ ഏക ജീവി മനുഷ്യനാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. വേറൊരു ജീവിയും സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെല്ലാം സാധ്യമായത് മനുഷ്യൻ്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുണ്ടായ വികാസമാണ്. അതിന് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായി 18-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതൊക്കെയാണ് മനുഷ്യനെ ഈ പ്രപഞ്ചത്തെ അറിയാൻ പ്രാപ്തമാക്കിയത്. പിന്നെ മനുഷ്യൻ എന്താ ചെയ്തത്? മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി കളഞ്ഞല്ലോ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന പ്രകൃതി എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രകൃതിയല്ല. മനുഷ്യൻ്റേതായൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്തു. ഇപ്പം നമ്മൾ ഈ പറയുന്ന കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സ്വാഭാവികമായിട്ട് പ്രകൃതിയിലുണ്ടായ ഒരു കാര്യമല്ല. മനുഷ്യനൊരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി കണ്ടുപിടിച്ചു. എന്തിനാണ് കൃഷി കണ്ടുപിടിച്ചത്? നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് അതിജീവിക്കണം. അപ്പം നമ്മൾ ഈ പറയുന്ന അരി, നെല്ല്, ഗോതമ്പ്, ബാർലി ഇങ്ങനെയൊക്കെയുള്ള വിത്തുകൾ കണ്ടെടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അതിനായുള്ള നിലമൊരുക്കി കൃഷി ചെയ്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണ് കൃഷിയിടങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാലത്തും പ്രകൃതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നെൽപ്പാടങ്ങൾ ഉണ്ടാകില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പറയുന്ന ഗോതമ്പ് പാടങ്ങൾ ഉണ്ടാകില്ല. അത് സാധ്യമല്ല പ്രകൃതിയിൽ. അങ്ങനെ ഒരു സ്വാഭാവിക പ്രകൃതിയില്ല. അപ്പം മനുഷ്യൻ കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിജീവിച്ചത്. അതിന് കഴിഞ്ഞ ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യർ ഈ കാടുകളെല്ലാം ചുട്ട് ചാമ്പലാക്കി, അതെല്ലാം കൃഷിയിടങ്ങളാക്കി, അവിടെ കുടിയിരിപ്പുകളുണ്ടായി, അങ്ങനെ ഗ്രാമങ്ങളുണ്ടായി, ദേശങ്ങളുണ്ടായി, വലിയ നാഗരികതകളുണ്ടായി. അങ്ങനെ ഇപ്പം നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത് എന്തിനാണെന്നേ? നമ്മളെന്തിനാണ് ഒരുമിച്ച് ജീവിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഈ പറയുന്ന ഈ ഭൂമുഖത്തെ വന്യജീവികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് മനുഷ്യർ അതിജീവിച്ചത്. അങ്ങനെ കൂട്ടം ചേരാൻ മനുഷ്യർക്ക് കഴിഞ്ഞത് നേരത്തെ സുധീർ ഈ സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ അതിജീവിക്കാൻ കഴിയൂ എന്നൊരു ബോധമുണ്ടായി. ആ ബോധമുണ്ടാകുന്നത് നമ്മുടെ മസ്തിഷ്ക വികാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പം നമ്മുടെ എല്ലാ വികാരങ്ങളും ഉണ്ടായത് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇപ്പം നമ്മൾ പറയും മാതൃത്വം എന്നൊക്കെ പറയുന്നത് അനാദിയാണ് എന്ന് പറയും. അങ്ങനൊരു വികാരമേ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല. ഇപ്പം നാടോടികളായിട്ട് ഇരതേടി ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നേ, പ്രസവിച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകുക, അതിനെ എടുത്തുകൊണ്ട് പോവുക, അതിനുകൂടി ആഹാരം കണ്ടെത്തുക എന്നൊന്നും പറയുന്നത് മനുഷ്യന് സാധ്യമായൊരു കാലമായിരുന്നില്ല. അത് കുറേയൊക്കെ ആളുകൾ അങ്ങനെ അതിജീവിച്ച് വരും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ കൃഷിയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരു എന്താ പറയുക ഒരു കുടുംബമായൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മുതലാണ് അത്തരത്തിലുള്ള സഹജഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഒരു 10,000 വർഷത്തെ ചരിത്രമേ ഈ മാതൃത്വത്തിനും പിതൃത്വത്തിനും ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആയുസിനെ ദീർഘിപ്പിക്കുന്നു. ഇതൊരു വളരെ വിശാലമായ വിഷയമായതുകൊണ്ട് ഞാൻ അത് കട്ട് ഷോട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ അടുത്തൊരു 10-25 വർഷത്തിനുള്ളിൽ ശാസ്ത്രം പ്രതീക്ഷിക്കുന്നത് മിക്കവാറും എല്ലാ ഓർഗൻസും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം തന്നെ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കരൾ മാറ്റി വയ്ക്കുന്നുണ്ട്, ഹൃദയം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. കുറേയൊക്കെ നമ്മൾ അതിനകത്ത് വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബ്ലാഡേഴ്സൊക്കെ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു 50 വർഷത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന ഓർഗൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് കരൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഹൃദയം, ആമാശയം, നമ്മുടെ ഈ ശ്വാസനാളങ്ങൾ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ഭാവന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഓർഗൻ്റെ ഷോപ്പുകൾ ഉണ്ടാകും. ഇപ്പോൾ 2100 ആഫ്റ്റർ 75 ഇയേഴ്സ്, 75 വർഷത്തിന് ശേഷം ഈ ലോകത്ത് അവയവങ്ങൾ വിൽക്കുന്ന കടകൾ ഉണ്ടാകും. നിങ്ങൾ ഈ പറയുന്ന അരിയും തുണിയും ഒക്കെ വാങ്ങിക്കാൻ പോകുന്നത് പോലെ നിങ്ങൾക്ക് കരൾ പോയി വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഹൃദയം വാങ്ങിക്കാൻ പറ്റും, അതെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ്. ഇതൊന്നും അത്ഭുതകരമായിട്ടുള്ള കാര്യമില്ലെന്നേ. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന കണ്ണട ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഉപകരണമാണ്. അതുള്ളത് കൊണ്ടാണ് എനിക്ക് കാഴ്ചയുള്ളത്. ഈ രീതിയിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഒരു ദിവസത്തെ നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്ര രോഗങ്ങളെയാണ് ഈ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലി ഇത്തരത്തിലുള്ള ഓർഗൻസൊക്കെ ഉണ്ടായാൽ നമുക്കൊരു 150 വർഷം ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അനായാസമായിരിക്കും. അപ്പോഴത്തെ നമ്മുടെ കൺസേൺസും മാറും കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. മാതൃത്വം എന്ന് പറയുന്ന ഭാവമില്ലാതെ 2 ലക്ഷം വർഷം മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. കുട്ടികളോട് സ്നേഹം അങ്ങനെയൊന്നും ഉണ്ടാകാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ആധുനിക കാലഘട്ടത്തിലൊക്കെയാണ് അത്. ആധുനിക കാലഘട്ടം ഞാൻ പറയുന്നത് ഒരു 10,000 വർഷം. അതാണ് ഈ പറയുന്ന എല്ലാ വികാരങ്ങളും. സാഹോദര്യം എന്നൊരു വികാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൂട്ടം ചേർന്ന് ജീവിക്കണ്ടേ. അതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ? അതൊക്കെ വളരെ റീസെൻ്റ് ആയിട്ടാണ്. മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആണെങ്കിൽ നമ്മുടെ വർഗ്ഗം ഉണ്ടാകുന്നത് 2 ലക്ഷം വർഷം മുമ്പാണ്. അപ്പം വളരെ റീസെൻ്റാണ് ഈ ഭൂമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം വളരെ റീസെൻ്റാണ് നമ്മൾ എന്ന് പറയുന്നൊരു പ്രതിഭാസം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇനി വരാനിരിക്കുന്ന കാലത്ത് നേരത്തെ സുധീർ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? 2 വർഗ്ഗങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പറയുന്ന ജാതി മതം ഒക്കെ പോകും മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന്. 2 വർഗ്ഗങ്ങളുണ്ടാവും. ഇതൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന, അങ്ങനെ അനശ്വരതയിലേക്ക് പോകാൻ കഴിയുന്ന വിഭാഗവും അല്ലാത്ത വിഭാഗവും ഉണ്ടാകും. ഇപ്പം പിന്നെ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏതാണ്ടൊരു 70% സ്വത്തും 2% മനുഷ്യരുടെയോ 3% മനുഷ്യരുടെയോ കയ്യിലാണ് ഇപ്പം തന്നെ. അപ്പോൾ അവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ, ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കരൾ, ഹെൽത്തി ആയിട്ടുള്ള ഹൃദയമൊക്കെ വെച്ച് മനുഷ്യർക്ക് നടക്കാൻ പറ്റും. സ്വാഭാവികമായും മറ്റൊരു വർഗ്ഗം, അല്ലാത്തൊരു വർഗ്ഗം, അപരിഷ്കൃതമായൊരു വർഗ്ഗം ഉണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം. ഇതൊക്കെ മനുഷ്യരാശി ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് ശാസ്ത്രവും അതുപോലെ തന്നെ സോഷ്യോളജിയും ഒക്കെ നമ്മുടെ പൊളിറ്റിക്സും എക്കണോമിക്സും ഒക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു 150-200 വർഷം മനുഷ്യർ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ഭാര്യാഭർത്തൃബന്ധം ഉണ്ടാകണം എന്നൊക്കെ എന്ത് നിർബന്ധമുള്ളത്? ഇപ്പം നമ്മൾ വിവാഹം കഴിക്കുന്നത് പുനരുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്, കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ശാസ്ത്രം പറയുക. പിന്നെ നമ്മൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യം എന്താ? ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പം പരസ്പരം താങ്ങാവുക, തണലാവുക എന്നൊക്കെയുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇതൊരു 200 വയസ്സൊക്കെ ആണ് മനുഷ്യർ ജീവിക്കുന്നതെങ്കിൽ അങ്ങനൊരു വികാരം ഉണ്ടാകുമോ? ആ കാഴ്ചപ്പാട് മാറും. ഞാൻ പറയുന്നത് 80 വയസ്സ് വരെ നമുക്കിപ്പോൾ ജീവിച്ചിരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലൊരു ലൈഫ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളൊരു 200 വയസ്സ് വരെയൊക്കെയാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഒരു 190 വയസ്സ് വരെയൊക്കെ മനുഷ്യർ ദൈവത്തെക്കുറിച്ച് പോലും ആലോചിക്കില്ല. ദൈവം ചിലപ്പോൾ ഇല്ലാതായി പോകും.
ദൈവം ചിലപ്പോൾ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും കൺസേൺസ് ഇല്ലെന്നേ. ആരോഗ്യ പ്രശ്നമുള്ളപ്പോഴാണല്ലോ നമുക്ക് ദൈവമേ എനിക്ക് ഈ രോഗം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് രോഗങ്ങളുള്ളതുകൊണ്ടാണ്. ആ രോഗങ്ങളെ പരിഹരിക്കാൻ പോവാണല്ലോ മനുഷ്യർ. ഇപ്പം നമുക്ക് വലിയ രീതിയിലുള്ള ജനറ്റിക്കൽ എഞ്ചിനീയറിങ്, ജേം ലൈൻ എഞ്ചിനീയറിങ്, ഈ DNA പരിഷ്കരണം, ജീൻ എഡിറ്റിങ് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യരെ അവരെ കരുത്തുറ്റവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പം ഗ്രീക്ക് ഐതിഹ്യത്തിൽ ഒരു കഥയുണ്ട്. ഇയോസ് എന്ന് പറയുന്നൊരു ദേവതയുണ്ടായിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ളൊരു ദേവതയായിട്ടാണ് ഗ്രീക്ക് ഐതിഹ്യത്തിൽ പറയുക. അപ്പോൾ ഈ ഇയോസ് എന്ന് പറയുന്ന ദേവതയ്ക്ക് തിത്തിനോസ് എന്ന് പറയുന്നൊരു മനുഷ്യനോട് പ്രണയമുണ്ടായി. മനുഷ്യനായിരുന്നു തിത്തിനോസ്, അതിസുന്ദരനായിരുന്നു. അപ്പോൾ ആ പ്രണയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗ്രീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ് സിയൂസ്. അപ്പോൾ സിയൂസിൻ്റെ പെർമിഷൻ ആവശ്യപ്പെട്ടു. അപ്പം സിയൂസ് ഇയോസിനോട് പറയുന്നൊരു മനുഷ്യനാണ്, മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദേവത പറഞ്ഞു അനശ്വരനാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സിയൂസ് തിത്തിനോസിനെ അനശ്വരനാക്കുന്നു. അവർ വിവാഹം കഴിക്കുന്നു, ഏറെക്കാലം ജീവിക്കുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തിത്തിനോസിന് വാർദ്ധക്യമുണ്ടാകുന്നു. അങ്ങനെ തിത്തിനോസ് അവശനായി കിടപ്പിലായി പോകുന്നു. പിന്നെ ഇയോസിൻ്റെ ജീവിതകാലം മുഴുവൻ വിഷമിച്ചത് ഇത്തരത്തിലൊരു അനശ്വരത തിത്തിനോസിന് നേടിക്കൊടുത്തത് യഥാർത്ഥത്തിൽ തിത്തിനോസിന് ഒരു വലിയ ശിക്ഷയായിപ്പോയി. ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് തിത്തിനോസ് എറർ എന്നാണ്. ഇതൊരു എററാണ്. അതായത് നിങ്ങൾ അനശ്വരതയിലേക്കോ അല്ലെങ്കിൽ ദീർഘായുസ്സിലേക്കോ പോവുകയാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി പോകേണ്ടതുണ്ട്. ആരോഗ്യമില്ലാതെ ആയുസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടമാണ് ഈ പറയുന്ന തിത്തിനോസ് എറർ എന്ന് ശാസ്ത്രം വിചാരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ജീൻ എഡിറ്റിങ്ങിലൂടെയൊക്കെ കുറേ കാലം കൂടി നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാം. ജീൻ എഡിറ്റിംഗ് ഇപ്പോഴും അങ്ങനെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വളരെ അപൂർവമായിട്ടത് ചെയ്യുന്നുണ്ട്. 2020 ക്രിസ്പർ എന്നൊരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിനാണ് 2 വനിതകളായ ശാസ്ത്രജ്ഞന്മാർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഒരു ഇമാനുവൽ ഷാർപ്പൻറ്റിയർ എന്നും ജെന്നിഫർ ഡൗട്ട്ന എന്നും 2 വനിതകളാണ് ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. അതൊരു ജീൻ എഡിറ്റിംഗ് ആണ്. ആ ഒരു പ്രോട്ടീനെ ഒരു കത്രികയായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ഈ പറയുന്ന രോഗകോശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണത്. അപ്പോൾ ഇതേ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിക്കാം. പക്ഷേ നമുക്കെന്ത് ജനറ്റിക്കലായ രോഗങ്ങൾ വരുമെന്ന് ശാസ്ത്രത്തിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ സാങ്കേതിക വിദ്യ ആയുസ് ദീർഘിപ്പിക്കുന്നതിന് ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നത്. പക്ഷേ ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ക്രിസ്പർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും അങ്ങനെ മനുഷ്യൻ്റെ ജീനുകളെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രായമാകുന്നതിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും നമ്മളുടെ ബോഡിയെ കൂടുതൽ ഹെൽത്തിയർ ആക്കിക്കൊണ്ട് ആയുസ്സിനെ ദീർഘിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലേക്കൊക്കെ മനുഷ്യർ പോകും. 2100 ടേക്ക് ഇറ്റ് ഫ്രം മീ, ശാസ്ത്രം പറയുന്നത് മനുഷ്യരെന്ന് പറയുന്ന ഒരു 200 വയസ്സ് വരെ ജീവിക്കും. ഇത് അത്ഭുതകരമായിട്ട് എടുക്കേണ്ടതേ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ 1900 നമ്മളുടെ ആയുസ് എന്ന് പറയുന്നത് 30 ആയിരുന്നുവെങ്കിൽ 2025 നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ആയുസ് 80 ആണ് എങ്കിൽ ശാസ്ത്രത്തിൻ്റെ വലിയ വേഗത്തിലുള്ള സഞ്ചാരത്തിൽ ആഫ്റ്റർ 75 ഇയേഴ്സ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു 200 ഇയേഴ്സൊക്കെ ജീവിക്കുന്ന ജീവികളായി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ ക്രമമേ ആയിരിക്കത്തില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ വരാനിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 1500 ജീവിച്ച അല്ലെങ്കിൽ 1600 ജീവിച്ച 1700 ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ചോളൂ. സ്വാതിരുനാളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വാതിരുനാൾ തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നല്ലോ. ആ രാജാവ് എന്ന് പറയുന്നത് എത്ര സമ്പന്നനായിരുന്നു. പക്ഷെ നിങ്ങളും ഞാനും സ്വാതി തിരുനാളിനേക്കാൾ ആഡംബരമുള്ള ജീവിതമായി ഇപ്പോൾ ജീവിക്കുന്നതെന്നേ. നമ്മൾ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിരിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ AC യിലല്ലേ ഇരിക്കുന്നത്. 20 ഡിഗ്രിയിൽ ഇരിക്കണമെന്ന് വെച്ചാൽ 20 ഡിഗ്രിയിൽ ഇരിക്കാം. ഇങ്ങനെയൊക്കെ ഒരു 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവ് അനുഭവിച്ച സൗകര്യങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് സൗകര്യങ്ങളാണ് ഇടത്തരക്കാരനായ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര സോഷ്യലി ഇക്കണോമിക്കലി ഒക്കെ നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയൊരു ഹ്യൂജ് ചേഞ്ചാണ് അടുത്തൊരു 10-50 വർഷത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇത്ര ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഈ സമയത്ത് പറഞ്ഞത്. ഈ ഉണ്ണി പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു വലിയൊരു മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് സാമൂഹ്യ ക്രമങ്ങൾ മാറുന്നു. ഇതിൻ്റെ അഫോർഡബിലിറ്റി, ഓർഗൻസ് നമുക്ക് കിട്ടും, അത് അഫോർഡബിലിറ്റി ആർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകളാണ്.
നമുക്ക് എല്ലാ തരത്തിലുള്ള ഇത്തരം മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അവിടെയും മനുഷ്യൻ കണ്ടെത്താൻ പോകുന്നത് മറ്റ് ഗ്രഹങ്ങളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോവുക എന്നുള്ളതാണ്. അതാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന മറ്റൊരു പ്രതിസന്ധി കൂടി വരും. അപ്പോൾ പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഈ പ്രകൃതി മനുഷ്യനെ പ്രകൃതിയോട് ഒരിക്കലും നീതി കാണിച്ചിട്ടില്ല. നീതി കാണിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രകൃതിയെ തോൽപ്പിച്ചുകൊണ്ടാണ് മനുഷ്യന് ഈ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ പരിസ്ഥിതിവാദമൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിയാണ്, നമുക്ക് ഓക്സിജൻ വേണമുണ്ട്, മരങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്, ആവശ്യത്തിന് മരങ്ങൾ മതി എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് മനുഷ്യരുടെ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. പ്രകൃതിയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രകൃതിയെ ഈ ഇക്കോസിസ്റ്റം എന്നാണല്ലോ നമ്മൾ പറയുക. ആ ഇക്കോസിസ്റ്റത്തെ മാറ്റി ഒരു ആഗ്രോ സിസ്റ്റം ഉണ്ടാക്കി നമ്മൾ. അങ്ങനെയാണ് കൃഷി ഉണ്ടാകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും പ്രകൃതിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ. പ്രകൃതിക്ക് മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട് എന്ന് പ്രകൃതി അറിയുന്നേയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശാസ്ത്രത്തിൽ. അത് ഞാൻ പറയാം, വളരെ പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഈ ഇൻസെക്റ്റുകളുണ്ടല്ലോ, ഈ പറയുന്ന കൃമികീടങ്ങൾ, ഈ കൃമികീടങ്ങളില്ല എന്ന് വിചാരിക്കുക ആ പ്രകൃതിയിൽ. ഇപ്പം പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ പ്രകൃതിയിലുള്ള കൃമികീടങ്ങൾ മുഴുവൻ നശിച്ചു പോയി എന്ന് വിചാരിക്കുക. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജീവിതം ഇല്ലാതാകും. ഈ പ്രകൃതിയിൽ ജീവിതം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ കൃമികീടങ്ങളാണ് പരാഗണം നടത്തുന്നത്. ഈ ഭൂമിയിൽ സ്വന്തമായി ആഹാരം സൃഷ്ടിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സസ്യം. ആ സസ്യം കഴിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊന്നും സ്വന്തമായിട്ട് ആഹാരം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. സസ്യമുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഈ സസ്യങ്ങളിൽ പരാഗണം നടത്തുന്നത് ഈ പറയുന്ന ജീവികളാണ്. ആ ജീവികളില്ല എങ്കിൽ പരാഗണം നിലയ്ക്കുകയും സസ്യങ്ങളെല്ലാം നശിച്ചു പോവുകയും അങ്ങനെ പ്രകൃതിയിൽ ഭക്ഷണമില്ലാതാവുകയും നമ്മളെല്ലാം പ്രകൃതിയിലെ ജീവിതം തന്നെ അവസാനിച്ചു പോകും. മണ്ണിരകളില്ല എന്ന് വിചാരിക്കുക. മണ്ണിരകളാണ് നമ്മളുടെ ഈ മണ്ണിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിരകളില്ലാതായിപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. ഈ പ്രകൃതിയിൽ നമ്മളെല്ലാം ഇല്ലാതായിപ്പോവും. മനുഷ്യനില്ലാതായിപ്പോയി എന്ന് വിചാരിക്കുക. മനുഷ്യനില്ലാതായിപ്പോയി എന്ന് വിചാരിക്കുക. ഈ പ്രകൃതിക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം മനുഷ്യൻ ഒന്നും പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നില്ല. നിങ്ങൾ ഈ റോഡ് നിർമ്മിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ മല തുരന്ന് പാതകൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ നദികളിൽ അണക്കെട്ടുണ്ടാക്കിയത് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പ്രകൃതിയിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തിയും പ്രകൃതിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. മനുഷ്യൻ എന്നൊരു ജീവി പ്രകൃതിയിലുണ്ടെന്ന് പ്രകൃതിക്കറിയാമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അതറിയാമോ, പ്രകൃതിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പ്രകൃതിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഏക ജീവി യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി തുടർന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രകൃതിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ അതിജീവിച്ചിട്ടുള്ളത്. കാലാവസ്ഥയെ തോൽപ്പിച്ചില്ലേ? കാലാവസ്ഥയെ തോൽപ്പിച്ചു. മഹാമാരികളെ നമ്മൾ തോൽപ്പിച്ചില്ലേ? എല്ലാ മഹാമാരികളെയും തോൽപ്പിച്ചു. ഇപ്പോൾ ആകപ്പാടെ ക്യാൻസർ, അൾഷൈമേഴ്സ് അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളാണ് നമുക്കുള്ളത്. അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ അത്തരം ട്യൂമർ കോശങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കും. അതിന് പറ്റുന്നൊരു പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ജീനോം എന്ന് പറയുന്ന ഈ ഹ്യൂമൻ പ്രോജക്റ്റില്ലേ, ഈ പറയുന്ന നമ്മുടെ മനുഷ്യൻ്റെ ശരീരഘടന എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. 2003 മനുഷ്യൻ അത് അനാവരണം ചെയ്തു കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇനി ഉള്ള കാലത്ത് ഒരു 10 വർഷത്തിന് ശേഷം നമുക്ക് വരാനിരിക്കുന്ന രോഗം എന്താണെന്ന് നമുക്കിപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തന്നെ നമുക്കത് ചികിത്സിച്ച് ഇല്ലാതാക്കാൻ കഴിയും. നമ്മൾ ജാതകം കുട്ടികളുടെ എഴുതുന്നതിന് പകരം ഈ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു CD കൂടി ഉണ്ടാകും. അത് ആ കുട്ടിയുടെ ഒരു ജനറ്റിക്കൽ കോഡ് എന്താണ് എന്നുള്ളതായിരിക്കും. ആ കോഡിനനുസരിച്ച് അയാൾ ജീവിച്ചാൽ മതി. 35-ാമത്തെ വയസ്സിൽ ഇന്ന രോഗം വരും, അതുകൊണ്ട് 20-ാമത്തെ വയസ്സിൽ തന്നെ ചികിത്സിക്കാം. ഈ രീതിയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ അനശ്വരാകാൻ പോവുകയാണെന്നാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഡോക്ടറോട് സ്വാഭാവികമായിട്ടും സാങ്കേതികവിദ്യ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. AI ഒക്കെ വരുന്നു, വളരെ വേഗത്തിലാണ്. എങ്ങനെയാണ് ഈ ദീർഘായുസ് കിട്ടുന്ന മനുഷ്യരുടെ പരിചരണത്തിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതുപോലെ തന്നെ ആ മനുഷ്യരിലൊരു അവരുടെ ഒരു ആഗ്രഹമായിട്ട് യൗവനം, ഇപ്പോൾ യയാതി ആഗ്രഹിച്ചതുപോലെ യൗവനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വാർദ്ധക്യം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് യൗവനവും കൂടി ഉള്ളപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നത്. അപ്പം നല്ല രീതിയിൽ വാർദ്ധക്യം വരികയാണെങ്കിൽ നമുക്ക് ആ യൗവനവും കൂടി ആസ്വദിക്കാൻ പറ്റണം വാർദ്ധക്യത്തിലും. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എൻ്റെ സ്പെഷ്യാലിറ്റി പോലും. ഇപ്പം ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി ഒരു 30 വർഷം മുമ്പ് ഇന്ത്യയിലില്ല. അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസും ഒക്കെ വരുന്നത് കാരണം നമുക്ക് മനസ്സിലാകുന്നുണ്ട് വാർദ്ധക്യത്തിൽ സാധാരണ ഒരു യൗവനത്തിലുള്ള ഒരു
പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പ്രശ്നങ്ങളല്ല വാർദ്ധക്യത്തിൽ ഒരു സ്ത്രീക്കോ പുരുഷനോ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു പനിയോ ചുമയോ ആയിട്ട് ചെന്നു, പനിക്കും ചുമയ്ക്കും മരുന്ന് കിട്ടിയാൽ മാത്രം വാർദ്ധക്യത്തിലെ ഒരാളുടെ അസുഖങ്ങൾ തീരുന്നില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങൾ, ജെറിയാട്രിക് സിൻഡ്രോംസ് എന്ന് ഞങ്ങൾ പറയും. അതായത് ഇപ്പം സാധാരണ ആൾക്കാർ പറയും വാർദ്ധക്യ സഹജമായ അസുഖം. അപ്പം വാർദ്ധക്യ സഹജമായ അസുഖം എന്നൊന്നില്ല എന്നുള്ളതിനെ പറ്റി കൂടുതൽ പഠിക്കുകയും അത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ് ഇപ്പം നമ്മൾ ജെറിയാട്രിക്സിൽ ചെയ്യുന്നത്. ഇപ്പം വിഷാദം, മറവിയുടെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, മൂത്രമറിയാതെ പോവുക, അങ്ങനെ വീഴ്ചകൾ, അങ്ങനെ ചില പ്രശ്നങ്ങൾ, അത് നമ്മൾ പ്രായത്തിൻ്റേതായിട്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളതാണെന്ന് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ആ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. ഒരു വീഴ്ച വന്ന് ഫ്രാക്ചർ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെക്കപ്പ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് വീഴുന്നു, അത് ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതോ തട്ടിയും തടഞ്ഞും വീഴുന്ന വീഴ്ചകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന വീഴ്ചകളാണോ എന്ന് നമുക്ക് ആ ആദ്യത്തെ വീഴ്ച വരുമ്പോഴേ ആലോചിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വാർദ്ധക്യത്തിൽ വരുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ പ്രശ്നമുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെറിയാട്രിക്സ് പോലത്തെ വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇപ്പം സാറ് പറഞ്ഞ പോലെ ഡിജിറ്റലിയും നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആകുകയാണ്. ഇപ്പം പുതിയൊരു സംഭവമാണ് മറ്റേ ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അതേ ഘടനയുള്ള ഒരു ഡിജിറ്റൽ AI ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പം ഒരു മരുന്ന് കൊടുത്താൽ ഈ മനുഷ്യൻ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ഡിജിറ്റലി ടെസ്റ്റ് ചെയ്ത് പേഷ്യൻറ്റിന് സേഫ് ആയിട്ടുള്ള മരുന്ന് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഓരോ പേഷ്യൻറ്റിന് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ മാറ്റുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അതൊന്നും വേണ്ടി വന്നെന്നിരിക്കത്തില്ല. കാരണം ഈ ഡിജിറ്റൽ ട്വിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും ഏത് മരുന്ന് ആർക്ക് കറക്റ്റാകി വരും എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് 3 ദിവസം വെയിറ്റ് ചെയ്യണം എന്താണ് ആ ഓർഗാനിസം എന്നറിയാനായിട്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ നമുക്ക് 3 മണിക്കൂറിൽ അറിയാൻ പറ്റും എന്താണ് ഓർഗാനിസം കോസിങ്, അതിന് ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ മെഡിക്കൽ സയൻസ് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനുഷ്യരും അതിനനുസരിച്ച് വളരണം. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ആയുർദൈർഘ്യം കൂടും. അപ്പം നമുക്ക് ആയുസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണം, നമുക്ക് പെൻഷൻ പ്ലാൻസ് വേണം, നമുക്ക് ഇൻഷുറൻസ് പ്ലാൻസ് വേണം. അല്ലെങ്കിൽ നമുക്ക് ആ പ്രായമാകുമ്പം വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണം എന്നുള്ളത് നമ്മൾ വാർദ്ധക്യമായിട്ടല്ല, യൗവനത്തിലേ ആലോചിച്ച് തുടങ്ങണം. അതുപോലെ ആ സമയമാകുമ്പോൾ ഇപ്പം നമ്മൾ വീട് വയ്ക്കുമ്പം ഈ വീട്ടിൽ എനിക്ക് 80 or 100 വയസ്സ് വരെ ജീവിക്കാനുള്ളതാണ്. അതിന് പറ്റിയ വീടാണോ നമ്മൾ വെക്കുന്നതെന്നുള്ളത് നമ്മൾ വെക്കുമ്പോഴേ ആലോചിച്ച് തുടങ്ങണം. അങ്ങനെ ഒരു ദീർഘായുസോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇന്നേ പ്രിപ്പയർഡ് ആകണം. നമ്മുടെ സമൂഹവും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ എല്ലാവരെയും നമുക്ക് പരിചരിക്കാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് വിടാം. അടിസ്ഥാനപരമായി എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ദീർഘായുസ് ഉണ്ണി പറഞ്ഞതുപോലെയുള്ള അവയവങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന കടകൾ ഇതൊക്കെ സാധ്യമാക്കണമെങ്കിൽ ഒരു മാനവികമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കണം. കാരണം ആർക്കൊക്കെ എന്ന് പറയുന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കും. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ്, ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ഇത് എല്ലാ മനുഷ്യനും, ഇത് ആവശ്യമുള്ള മനുഷ്യന് സാധ്യമാകുന്ന രീതിയിൽ, അവൈലബിൾ ആവുന്ന രീതിയിൽ നിലനിൽക്കൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ ദീർഘായുസിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ മാനവികമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കാതെ നമ്മൾ ഇതിൻ്റെ സാധ്യതകൾ പ്രതിസന്ധിയിലാവുകയുള്ളൂ. ദീർഘായുസ് വളരെ വളരെ ക്ലേശകരമായ ഒന്നായി പാവപ്പെട്ട മനുഷ്യനെ അല്ലെങ്കിൽ മധ്യവർഗ മനുഷ്യന് അത് വേണ്ടായിരുന്നു, അതൊരു ശാപമായി മാറുന്ന അവസ്ഥയിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇനിയൊരു 10 മിനിറ്റ് നിങ്ങളുടെ ചോദ്യങ്ങളാവുന്നതാണ് നല്ലത്.
ഇപ്പോൾ ആദ്യം ഉണ്ണി സാറ് പറഞ്ഞതുപോലെ 1900-കളിൽ 30 വയസ്സായിരുന്ന ആയുസ്, മനുഷ്യൻ്റെ വയസ്സ് ഇപ്പോൾ 2025 80-ലെത്തി നിൽക്കുന്നു. ഇനി ഇത് 100 വർഷം കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 75 വർഷം കഴിയുമ്പോൾ 200 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതുപോലെ ഈ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആ 2% അല്ലെങ്കിൽ 10%, ആ ഒരു ശതമാനത്തിന് ഈ പറയുന്ന പോലെ ഓർഗൻസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. ഇപ്പോൾ നമ്മളുടെ പെൻഷൻ പ്രായം അറൗണ്ട് 60 ആണല്ലോ. ഇത് ആളുകളുടെ ദൈർഘ്യം, ആയുസ് ഈ 200 വയസ്സിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും കൂടും. പ്രൊഡക്ടിവിറ്റി, ഈ 200 വയസ്സായവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമില്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. എങ്കിലും അപ്പോൾ അവിടെ വേറൊരു രീതിയിലുള്ള ഇനീക്വാളിറ്റി ഉണ്ടാവില്ലേ. ഈ മരണം ഇല്ലാതാവുന്നുണ്ട്, പക്ഷെ ജനനം ഇല്ലാതാവുന്നില്ല. ഇപ്പോൾ ജനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യന്മാരുടെ എണ്ണം ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ വരുന്നതിനെ നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഉണ്ണി സാറിനോടാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 200 വയസ്സിലേക്ക് എത്തുമ്പം നമ്മുടെ ഈ സോഷ്യലായിട്ടുള്ള എല്ലാ സിസ്റ്റവും ചേഞ്ച് ചെയ്യുന്നേ. നമ്മളങ്ങനെയാണല്ലോ എല്ലാ കാലഘട്ടങ്ങളിലും. നമ്മൾ 200 വയസ്സാകുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങാവില്ല. ആരോഗ്യത്തോടുകൂടി തന്നെ നമുക്ക് 200 വയസ്സിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ കണക്ക് കൂടും. ഇപ്പം നമ്മൾ ഈ 200 വയസ്സെത്തുന്ന മനുഷ്യനെ കുറിച്ച് 80 വയസ്സ് വരെ പരമാവധി സഞ്ചരിക്കാവുന്ന മനുഷ്യന്മാരൊന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രശ്നമായത്. അവിടെയാണ് അതിൻ്റെ കുഴപ്പം നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ആകെപ്പാട് ആലോചിക്കാൻ പറ്റുന്ന 80 വയസ്സാണ്. അതിലൊരു 60 വയസ്സാകുമ്പോൾ നമ്മൾ പെൻഷൻ പറ്റും. ഇതാണ് പ്രശ്നം. പക്ഷേ 200 വയസ്സാകുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ റിലേഷൻ മുഴുവൻ മാറും ഞാൻ പറഞ്ഞത്. സഹോദരൻ ഉണ്ടായത് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. 2 ലക്ഷം വർഷമായേ മനുഷ്യരുണ്ടായിട്ട്. സഹോദരൻ എന്നൊരു സങ്കല്പം, സഹോദരി എന്നൊരു സങ്കല്പം മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ട് 10,000 വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ കൃഷി ചെയ്തൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്തരത്തിൽ അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ എന്നൊക്കെയുള്ള വികാരങ്ങളും ബന്ധങ്ങളും ഉണ്ടായത്. എന്നതുപോലെ 200 വയസ്സിലേക്ക് ഒക്കെ എത്തുന്നൊരു കാലഘട്ടത്തിലെ സോഷ്യൽ സിസ്റ്റം അതിനനുസരിച്ച് മാറുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെയാണ്? അത് നമുക്ക് ഇപ്പം ഏത് തരത്തിലുള്ള ചികിത്സയും നേടാൻ ഇപ്പം തന്നെ കഴിയുന്ന എത്ര ശതമാനം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? ഒരു വലിയ അസുഖമൊക്കെ വന്നാൽ അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന എത്ര മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്? നമ്മളിപ്പോഴും എത്രയോ എന്താ പറയുക, ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. ഈ വൃക്കരോഗിക്ക് പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ചാരിറ്റി വർക്കുകൾ സൊസൈറ്റിക്കകത്ത് നടക്കുന്നു. ഇത് നമ്മളിപ്പം അനുഭവിക്കുന്നൊരു പ്രതിസന്ധിയല്ലേ. ഇപ്പോഴും നമുക്ക് എല്ലാ ചികിത്സയും അഫോർഡബിൾ ആണോ? അത് സാധ്യമല്ലല്ലോ. ആ ഇനീക്വാലിറ്റി ഉണ്ട്. ആ ഇനീക്വാലിറ്റിയുടെ ഒരു എന്താ പറയുക, അത് കുറച്ചുകൂടി കൂടാൻ പോവുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക്. ഈ ഓർഗൻസൊക്കെ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പം അത് എത്ര പേർക്ക് അഫോർഡബിൾ ആണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾ ഇനി ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ നമ്മുടെ റിസോഴ്സസിന് മുകളിലാണ് നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശരീരത്തെ നിലനിർത്തുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഫൈറ്റിലേക്കൊക്കെ ആയിരിക്കും മനുഷ്യർ പോവുക. അതിനു വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട ഹൃദയം, ഏറ്റവും മെച്ചപ്പെട്ട കരൾ, ഏറ്റവും മെച്ചപ്പെട്ട മസ്തിഷ്കം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധങ്ങൾ വേണമെങ്കിൽ വലിയ ഏറ്റുമുട്ടലുകൾ സൊസൈറ്റിയിൽ ഉണ്ടാകാം. ഈ പറയുന്ന നിങ്ങളിനി കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അതൊക്കെ AI ചെയ്തോളും. നമ്മളൊരു ഡിജിറ്റൽ ഏതൻസിലേക്കാണ് പോകാൻ പോകുന്നത്. ഏതൻസിനെ കുറിച്ച് പറയുന്നത് എന്താ? ഒരുപാട് രാജാക്കന്മാർ, വലിയ എപ്പിക്സൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതൊക്കെ എഴുതാനും നാടകങ്ങൾ, കവിതകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കുറേ മനുഷ്യർക്ക് കഴിഞ്ഞത് അവർക്ക് വേണ്ടി അടിമകൾ പണിയെടുത്തിരുന്നതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഇനി ആധുനിക കാലത്ത് AI റോബോട്ടുകളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കും. നിങ്ങളിനി ഭൂമിയിലേക്ക് പോയിട്ട് കൃഷി ചെയ്തുകൊണ്ട് വരുമൊന്നും വേണ്ട. അത് വൃത്തിയായിട്ട് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് AI ചെയ്തുകൊള്ളും, റോബോട്ടുകൾ ചെയ്തുകൊള്ളും, കമ്പ്യൂട്ടർ വഴി എക്കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഐഡിയലായിട്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ചിന്തിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും മറ്റൊരു സംവിധാനം ലോകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണാണ് ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇരിക്കുന്നതിനെയാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലാണ്. ഒരു 20 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 25 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വേറൊരു ലോകത്തല്ലേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന? നമ്മുടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ എന്ന് പറയുന്നൊരു ലോകത്തല്ലേ? അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് വളരെ ഇൻവിസിബിൾ അല്ലേ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാ? ആമസോൺ അല്ലേ? ആമസോൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ പറയുന്ന മൈജിയുടെ ഷോറൂമിൽ പോകാൻ പറ്റും, പക്ഷേ ആമസോണിനെ നമുക്ക് കാണാൻ പറ്റില്ല.
ആ രീതിയിൽ ലോകം മാറിയില്ലേ? അപ്പോൾ അത്തരത്തിലൊരു വലിയ മാറ്റമാണ് വരുന്നത്. അതിനകത്ത് താങ്കൾ പറഞ്ഞ ഈ കൺസേൺസ് എല്ലാം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വലിയ ഫൈറ്റുകളുണ്ടാകും. അതിലൂടെ മനുഷ്യരൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഒരു സിസ്റ്റം എമേർജ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് ഒരു സിസ്റ്റം എമേർജ് ചെയ്ത് വരുന്നത്. ആ ലോകത്ത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾക്ക് ആ ലോകത്ത് പരിഹാരവും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്താരോ അവിടെ ആരോ ഒരാളുണ്ട്. ഒരു മിനിറ്റ്. എനിക്ക് ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് ആയുർദൈർഘ്യം കൂടി വരികയാണ്. അണുകുടുംബങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇളം തലമുറകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതിൽ പലരുമൊക്കെ എൽഡർലി കെയർ ഗിവേഴ്സും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രായമായവരുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങോ വായിച്ചൊരു ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വോളണ്ടറി സർവീസ് ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഏതോ രാജ്യങ്ങളിലുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഠനകാലത്ത് തന്നെ ഒരു എൽഡർലി ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത കെയർ ഗിവേഴ്സ് ഇല്ലാത്ത ഒരു ഫാമിലിക്ക് ഞാൻ പോയി സേവനം ചെയ്യുക. അവർക്ക് വേണ്ട മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏത് സർവീസും ചെയ്യുക. അപ്പോൾ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സർക്കാർ സംവിധാനത്തിൽ. ടൈം ഡെപ്പോസിറ്റാണ്. ഞാൻ 1 മണിക്കൂർ സർവീസ് ചെയ്തു, എൻ്റെ പേരിലൊരു അക്കൗണ്ട്, 1 മണിക്കൂർ വോളണ്ടറി സർവീസ് ഞാൻ ഒരാൾക്ക് ചെയ്തു. അങ്ങനെ എൻ്റെ പഠനകാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു 10-70 വയസ്സ്, ഇപ്പോൾ എനിക്ക് 72 വയസ്സായി. അപ്പോൾ എനിക്കൊരാളിൻ്റെ സേവനം ആവശ്യമുണ്ട്. ഇപ്പം കിട്ടാനുള്ള അവസരം കുറവാണ്. അപ്പം ഞാൻ എൻ്റെ ആയ കാലത്ത് ഞാൻ ഒരു സേവനം സമൂഹത്തിന്, കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സേവനം ഞാൻ സർവീസ് ചെയ്തു. അതിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഒരു സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന പോലെ തന്നെ എൻ്റെ സമയം ഞാൻ മറ്റ് സമൂഹത്തിന് വേണ്ടിയിട്ട്, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചിലവഴിച്ചു. അതെൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ 100 മണിക്കൂർ വോളണ്ടറി സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ സംവിധാനം എനിക്ക് ഈ 100 മണിക്കൂറിൽ നിന്ന് 1 പൈസയും ചിലവില്ലാതെ വേറൊരാൾ, അടുത്ത തലമുറയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് വന്ന് സർവീസ് പകരം ചെയ്യുന്നൊരു സംവിധാനം ഏതോ രാജ്യങ്ങളിലുണ്ട്. ഞാൻ എങ്ങോ വായിച്ചുള്ള ഓർമ്മയാണ്. മനസ്സിലായി. അങ്ങനെ ഒരു സംവിധാനം നമ്മളോട് ഉരുത്തിരിഞ്ഞു വരുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. അല്ല, പത്രമാധ്യമങ്ങൾ ഇതിനെ ഒരു ആശയം രാഷ്ട്രീയ തലത്തിൽ തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു വ്യവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. മനസ്സിലായി. എന്റെ നിർദ്ദേശം ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഉൾക്കൊള്ളാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേരളം അത്തരത്തിലുള്ള പുതിയ സാമൂഹ്യ ക്രമങ്ങളിലേക്ക് വരുമെന്ന് തന്നെ തോന്നുന്നു. നമ്മളൊന്നും 10 കൊല്ലം മുന്നേ ആലോചിക്കാത്ത ഒരുപാട് എൽഡർലി ആയിട്ടുള്ളവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങളുള്ള കുറേ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതും അഡ്രസ്സ് ചെയ്യാൻ ഈ സമൂഹത്തിന് കഴിയും. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമൂഹങ്ങളിലൊന്നായി കേരളം മാറാനുണ്ട്. ഇവിടെ ഉണ്ണിയേട്ടാ, ഞാൻ ഷാനവാസ്. ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ചോദ്യം ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സും ആഗ്രഹങ്ങളും എന്നുള്ളതല്ലേ. നമ്മൾ ഒരുപാട് പേര് സംസാരിച്ചു ദീർഘായുസിനെ കുറിച്ച്. അന്നത്തെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ണിയേട്ടാ? ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഈ 2 വാക്കുകളും, ആയുർദൈർഘ്യവും ആഗ്രഹവും എന്ന് പറയുന്നത് സത്യത്തിൽ ഹൈലി ഇൻ്റർ കണക്റ്റഡ് ആണ്. ലോകത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദീർഘകാലം ജീവിച്ചിരിക്കുക, അത് തന്നെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത്. ഈ വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സാമൂഹ്യ ചിന്തകർ പറയുന്നത് ഒട്ടും തന്നെ നൈസർഗികമല്ലാത്ത മനുഷ്യരായി നമ്മളൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത. 2 സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളിങ്ങനെ തുടരും, എന്നിട്ട് AI ഒക്കെ വരുമല്ലോ, അപ്പോൾ അതിനൊരു ജനറൽ ഇൻ്റലിജൻസ് വരും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ കൂടാതെ മറ്റൊരു ജീവി കൂടി ഗ്രഹത്തിലുണ്ടാകും താമസം വിന. അത് സ്വയം ചിന്തിച്ചു തുടങ്ങും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിന് ഹാർഡ്വെയർ എന്ന് പറയും. അതിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പം 10 × 10 100 എന്ന് ഞാൻ ഫീഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കമ്പ്യൂട്ടറിന് എന്നോട് ഇങ്ങോട്ടേക്ക് അത് അന്വേഷിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ആരെങ്കിലും ഫീഡ് ചെയ്യണം. ഇല്ലാതെ കമ്പ്യൂട്ടറിന് അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറ്റില്ല. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലേക്കാണ്. ഇപ്പോൾ ചെസ്സിൽ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നൊരു കമ്പ്യൂട്ടറിന് ഏണിയും പാമ്പും കളിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടില്ല.
അപ്പോൾ പ്രോഗ്രാം ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി അടുത്ത കാലത്ത്. 2017 അത് സംഭവിച്ചത്. അത് ഈ സ്റ്റോക്ക് ഫിഷ് എന്ന് പറയുന്ന ഒരു ചെസ് പ്ലെയർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കാനേ കഴിയില്ല. അത്ര 70,000 പിന്നെ മൂവൊക്കെ അറ്റ് എ സെക്കൻഡ് ആലോചിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിനെ ആൽഫ 0 എന്ന് പറഞ്ഞ ഒരു ചെറിയ കമ്പ്യൂട്ടർ തോൽപ്പിച്ചു. ആ കമ്പ്യൂട്ടർ ഏതാണ്ട് 4 മണിക്കൂറേ ആയിട്ടുള്ളൂ ആ ചെസ്സ് പഠിച്ചിട്ട്. 4 മണിക്കൂറിനകത്ത് അത് സ്വയം ചിന്തിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു കമ്പ്യൂട്ടറിനെ, ചെസ്സ് കളിയിൽ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വയം ചിന്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കമ്പ്യൂട്ടറുകൾ സ്വയം ചിന്തിക്കുന്ന ഒരു കാലം വരികയാണ് എങ്കിൽ അതൊരു ജീവിവർഗമായി മാറാമെന്നൊക്കെ, അതൊക്കെ എപ്പോൾ സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും ഒട്ടും നമ്മുടെ നൈസർഗികത കുറഞ്ഞു വരികയാണ്. നമ്മളിതിനെ അധികം ഒന്നും കാര്യങ്ങൾ ആലോചിക്കേണ്ടതില്ല. അപ്പോൾ ആ ആലോചന എന്ന പ്രോസസ്സ് കുറഞ്ഞു വരുമ്പം നമ്മുടെ ഒരു നാച്ചുറാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളെന്തിനാണ് വളരെ കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അതിപ്പോൾ ChatGPT ഇട്ട് കൊടുത്താൽ മതി, നല്ല മനോഹരമായ ട്രാൻസ്ലേഷൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ മനുഷ്യൻ്റെ നൈസർഗികമായ സിദ്ധികൾ നഷ്ടപ്പെടുകയും നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരായിരിക്കില്ല ആ ഒരു ആഫ്റ്റർ 50 years. വേറൊരു തരം മനുഷ്യരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കാം. 1000 വർഷം മുമ്പ് കണ്ട ഒരു മനുഷ്യനും ഞാനും ഒരുപോലെയാണോ? നമ്മൾ രണ്ടുപേരും ഒരു മനുഷ്യർ തന്നെയാണല്ലോ, ഒറ്റ ജനിതക ഘടനയാണ്. പക്ഷേ 1000 വർഷം മുമ്പ് വലിയ താടിയലുകളല്ലേ മനുഷ്യർക്കുണ്ടായിരുന്നത്? തടിച്ച ചുണ്ടുകളല്ലേ ഉണ്ടായിരുന്നത്? ശരീരത്തിൽ ഭയങ്കര രോമം ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ ഇങ്ങനെ കടുത്ത മുടികളായിരുന്നില്ലേ? പക്ഷെ മനുഷ്യവർഗമാണല്ലോ നമ്മളൊക്കെ. 10,000 വർഷം മുമ്പ് ജീവിച്ച മനുഷ്യനും ഞാനും ഒരേ വർഗ്ഗമാണ്. പക്ഷേ ഞാനും ആ മനുഷ്യനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ആ മനുഷ്യനെ അല്ല ഞാൻ, എൻ്റെ തൊലിയല്ല ആ മനുഷ്യൻ്റെ തൊലി, എൻ്റെ ചുണ്ടല്ല ആ മനുഷ്യൻ്റെ ചുണ്ട്, എൻ്റെ താടിയല്ല ആ മനുഷ്യൻ്റെ, എൻ്റെ രൂപമല്ല ആ മനുഷ്യൻ്റെ രൂപം. മനുഷ്യനെന്ന് പറയുന്ന വർഗം തന്നെ എത്ര പരിണാമം സംഭവിച്ചു. ആ പരിണാമങ്ങൾ സംഭവിച്ചതുപോലെ തന്നെ തുടർന്നും പരിണാമങ്ങൾ സംഭവിക്കും. തുടർന്നും മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഒരു സങ്കല്പത്തിൽ വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നത്. നമ്മളെയാണ് നമ്മുടെ ഒരു മാതൃകയാക്കുന്നത്, എന്നിട്ടാണ് എല്ലാം ആലോചിക്കുന്നത്. അത് സാധ്യമേ അല്ല, അത് തെറ്റാണ്. നമ്മളൊരു തെറ്റായ മാതൃകയാണ്. നമ്മളല്ല അവസാനത്തെയും ആദ്യത്തെയും മനുഷ്യൻ. നമ്മളിതിനിടയിൽ സംഭവിച്ചൊരു പ്രതിഭാസം മാത്രമാണ്. ഈ കാലം കടന്നു പോകും, വേറൊരു മനുഷ്യ വിഭാഗമുണ്ടാകും. ആ കാലത്തെ പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും, അന്നത്തെ നൈസർഗികത, അന്നത്തെ കല ഒക്കെ വേറെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാവോ? അയ്യോ, ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഹലോ, ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും ഓൾറെഡി നമ്മുടെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഈ കണക്കിലാണെങ്കിൽ 2050 പോലും എത്തുകയില്ല എന്ന പലരുടെ വിദഗ്ധ അഭിപ്രായം. ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും? അതിൻ്റെ കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വിജ്ഞാനത്തിൻ്റെ സുഗന്ധം തേടുന്നതിന് പകരം മണിയുടെ മണം തേടുന്ന മനുഷ്യരാണ് ഇന്ന് ഉള്ളത്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, ഇത് മനുഷ്യൻ ഇതുപോലുള്ള പ്രതിസന്ധികളെ സോൾവ് ചെയ്യാനുള്ള ഒരുപാട് കഴിവുണ്ട് എന്ന് ഇതിനകം തെളിയിച്ചാണ്. ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ, ഉണ്ണി നേരത്തെ പറഞ്ഞു, ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളെ മനുഷ്യൻ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിൽ അതൊരു വെല്ലുവിളിയായി നിൽപ്പുണ്ട്. ആ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സാമൂഹ്യ ക്രമവും രാഷ്ട്രീയ ക്രമവും ലോകത്തിലുണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ജൈവികമായ സംവിധാനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാനും പോലും കഴിവുള്ള ഒരു മസ്തിഷ്കം മനുഷ്യവർഗത്തിനുണ്ട്. ആ മസ്തിഷ്കം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുന്നതാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? എല്ലാവരും ആരോഗ്യമുള്ള, ആഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദീർഘായുസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു.